ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ഇന്ന് ഡേറ്റ് 5th ഫെബ്രുവരി ആണ്. ഓക്കെ, ഇന്നലത്തെ ട്രേഡിൻ്റെ ലോജിക്ക് ഞാൻ ഇന്നലെ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഈ ഒരു ഭാഗത്തുള്ള സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസസ് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബൈയിങ് സൈഡ് ഓപ്പർച്യൂണിറ്റി നോക്കിയത്. അപ്പോൾ ബൈയിങ് സൈഡ് സെറ്റപ്പ് ഫോം ആയപ്പോൾ ഞാൻ ബൈയിങ് സൈഡ് കോൾ എടുത്തു, മോർണിംഗ് തന്നെ എടുത്തു. സെയിം ലോജിക്ക് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം മൺഡേയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്തുള്ള സെല്ലേഴ്സിന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ദിവസം സൈഡ് വേസ് ആയിരുന്നു. ഓക്കെ, സോ ഇന്നിപ്പം പ്രത്യേകിച്ച് ഇന്നലെ ചെയ്തതിൻ്റെ ലോജിക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. നമ്മൾ എൻട്രി എടുക്കുന്നത് കറക്റ്റായിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ട് തരത്തിൽ നമുക്ക് എൻട്രി എടുക്കാം. ഫസ്റ്റത്തെ എൻട്രിയും സെക്കൻഡ് എൻട്രി. അതിൽ ഫസ്റ്റത്തെ എൻട്രി മോർണിംഗിൽ ഫസ്റ്റ് തന്നെ വരുന്ന ആ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ചില സമയത്ത് ഫസ്റ്റത്തെ മൂവ്മെൻ്റ് ആയിരിക്കില്ല നമുക്ക് ടാർഗറ്റ് വരുന്നത്, സെക്കൻഡ് മൂവ്മെൻ്റ് ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ സെക്കൻഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ ചെറുതായിട്ട് നമുക്കൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെല്ല് ഹിറ്റാവുന്നൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് ഇവിടുന്ന് മൂവ്മെൻറ്റ് പോയിട്ടുള്ളത്. സെക്കൻഡ് എൻട്രി കോൾ സൈഡ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഓക്കെ, ചില സമയത്ത് ഫസ്റ്റ് എൻട്രി ആയിരിക്കും മൂവ്മെൻറ്റ് തരുന്നത്, ചില സമയത്ത് സെക്കൻഡ് എൻട്രി ആയിരിക്കും മൂവ്മെൻറ്റ് തരിക. അത് ഇറ്റ്സ് ഡിപ്പെൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ റിസ്കിനനുസരിച്ചിട്ടാണ് ഫസ്റ്റ് എൻട്രിയിൽ പോകുന്നോ അല്ലെങ്കിൽ സെക്കൻഡ് എൻട്രിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം 2 എൻട്രീസ് ഡെയിലി എടുക്കുന്നത്. രണ്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റായതാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ സൈഡ് വേസ് ആയിരിക്കും, ചിലപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഹിറ്റാവുന്നതായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ ട്രേഡിങ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ജസ്റ്റ് പ്ലാൻ ഒന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇന്നും സെയിം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ്, ഗ്യാപ്പ് ഡൗണ്, ഗ്യാപ്പ് അപ്പ്. ഓക്കെ, ഈ 3 കേസസിലും ഞാൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് മാക്സിമം നോക്കുന്നത്. ഓക്കെ, ഇൻ കേസ് വല്ല അൺയൂഷ്വലായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത ഒരു ലെവലിലെല്ലാം മാർക്കറ്റ് ഓപ്പണിങ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും ഒന്നും അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ സെല്ലിങ് ചെയ്യുന്നതായിരിക്കും. സെല്ലിങ്ങിൻ്റെ കറക്റ്റ് സെറ്റപ്പും കൂടെ ഫോം ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ലോജിക്ക്, പ്രൈസ് ആക്ഷൻ വെച്ചുള്ള ലോജിക്കും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസസ് അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ സെല്ലിങ് പോകത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ പ്ലാന്. ലെറ്റ്സ് സീ ഇൻ ദ ലൈവ് മാർക്കറ്റ്.